100 ദിവസം തൊഴിൽ കൊടുക്കുമ്പോൾ ലഡു വിതരണം നടത്തിയ നാടാണ് നമ്മുടേത്. എവിടെ? അത് തൊഴിലാളികളോട് ചോദിച്ചാൽ മതി. ഏട്ടാ, ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല. മനസ്സിലായില്ലേ? അത് മനസ്സിലാവത്തില്ല. സോപാനത്തിൽ ഇരിക്കുന്നവർക്ക് ഇങ്ങനെ അധികാരത്തിന്റെ സോപാനത്തിലാണോ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. നിങ്ങളിരിക്കില്ലല്ലോ ജനങ്ങൾ മുഴുവൻ. ഒരു കാര്യം ഞാൻ ഈ ചർച്ചയിൽ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അത് നിങ്ങളല്ലേ ആവശ്യം. ഈ ചർച്ചയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, CPM-ന്റെ ചർച്ചയാക്കി മാറ്റാനാണ് കേരള വിഷന്റെ താല്പര്യമെങ്കിൽ ഞങ്ങളുടെ അനുഭവം കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഇങ്ങനൊരു ചർച്ചയിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു ജനകീയമായിട്ടുള്ള കാര്യമാണ്. കയ്യടി മാത്രമല്ല, കയ്യടി അവർക്ക് ഇഷ്ടമുള്ള അടിച്ചോട്ടെ. കയ്യടി നിരോധിക്കുക, എല്ലാം നിരോധിക്കുന്ന രാജ്യത്തിന് കയ്യടി നിരോധിക്കേണ്ടി വരും. എം നൗഷാദിന്റെ പിന്തുണ എനിക്ക് ആവശ്യമില്ല. ഞാൻ സാധാരണ എനിക്ക് ചാനലിനോട് പറയാനുള്ളത്, ഇതിന്റെ ചാനലുമായി ബന്ധപ്പെട്ട ആളുകൾ ഞങ്ങളെ വിളിച്ചത് 4 പാനലിസ്റ്റ് വികസന സ്വപ്നങ്ങൾ പറയണമെന്നാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ അതല്ല സ്ഥിതി. കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി, UDF-ന്റെ ഒരു പ്രതിനിധി, CPM-ന്റെ 2 നേതാക്കന്മാര്, അവിടെ തുടങ്ങുന്നു അനീതി. CPM-കാരെ മുഴുവൻ ചർച്ചയിൽ വിഷയം ഞങ്ങളോട് സംസാരിക്കാൻ കഴിയാതെ, അതായത് ആളുകളെ അണിനിരത്തി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കാണുന്ന സത്യത്തെയൊക്കെ വലുതല്ലല്ലോ. അതെങ്ങനെ ശരിയാവുക? ജനം വരണ്ടേ? പറയാൻ കഴിയുക. ഈ ഇത്രയും ആളുകളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഇത് ഏകപക്ഷീയമായി CPM-ന് വേണ്ടിയുള്ള പരിപാടിയായിരുന്നു ആണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ താങ്കളുടെ ഭാഗത്തുനിന്നുണ്ട്. 2030 വികസനത്തെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ട് MLA-ക്ക് സർക്കാരിന് നേട്ടം പങ്കെടുക്കാൻ ഇത് ലൈവായി കേൾക്കുന്ന പ്രേക്ഷകരുടെ സാന്നിധ്യത്തിൽ തന്നെ, ഇവിടെ നേരിട്ട് കാണുന്ന ആളുകളുടെ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ എന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങുക. നന്ദി. ശ്രീമതി ബിന്ദുകൃഷ്ണ സംസാരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഇടപെട്ടിരുന്നില്ല എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പ്രേക്ഷകർ അത് കണ്ടുകൊണ്ടിരുന്നതുമാണ്. മാത്രമല്ല, ശ്രീമതി ബിന്ദുകൃഷ്ണ സംസാരിക്കുന്ന ഒരു സമയത്തും ആരും ഇടപെട്ടില്ല. പൂർണ്ണമായിട്ടും ശ്രീമതി ബിന്ദുകൃഷ്ണയ്ക്ക് സംസാരിക്കാൻ അവസരം നൽകി എന്ന് മാത്രമല്ല, MLA സംസാരിക്കുമ്പോളാകട്ടെ, അല്ലെങ്കിൽ BJP നേതാവ് ശൈലേന്ദ്രബാബു സംസാരിക്കുമ്പോളാകട്ടെ, അവർ പറയുന്ന കാര്യം പൂർണ്ണമായിട്ടും കേൾക്കുകയും